കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ പണം കയറിയോ കൊല്ലും നിന്നെ ഞാൻ. ഇനി തോടി എന്റെ ഭർത്താവ് ആദ്യമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമായത്. ഇവിടുത്തെ നായ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പണത്തേക്കാൾ ഒരു പക്ഷെ കുറവായിരിക്കും. പക്ഷേ എല്ലാവരും ഒന്നോർത്താ നന്ന. വയറ് നിറഞ്ഞു കഴിഞ്ഞ് ഒരു ഉരുള അധികം ഉണ്ണാൻ കഴിയില്ല. മനുഷ്യനായാലും നായയായാലും. പണപ്പെട്ടി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിധിച്ചതിനേക്കാൾ ഒരു നിമിഷം അധികം ജീവിച്ചിരുന്നിട്ടില്ല ഈ ഭൂമിയിൽ ആരും. തിന്ന് കൊഴുപ്പിച്ചെടുത്ത് ദുർമേധസ്സൊന്ന് വിയർപ്പിച്ചു കിട്ടാൻ ജിമ്മിലും ജോഗിങ്ങിനും പോകുന്ന നിന്നെ പോലുള്ളവർക്ക് അറിയില്ല ഈ പണത്തിന്റെ വില എന്താണെന്ന്. അതറിയണമെന്നുണ്ടെങ്കിൽ മിനിമം അടുക്കളയിലെങ്കിലും ഒന്ന് കയറണം. ഒരു നേരം ശരീരം വിയർക്കണം. അല്ല, ഇവിടെ എന്തോ പൊടി പോലെ. ഇവിടെയും പൊടിയുണ്ട്, പക്ഷേ എനിക്ക് കൈയടിക്കാൻ പറ്റില്ലല്ലോ. ഭാമന്റെ എന്താ ഒരു വാക്ക് പോലും പറയാതിരുന്നത്? ഭാമേ, നീ ചെയ്ത ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഭാമയ്ക്ക്? പിണക്കങ്ങളും പരിഭവങ്ങളും പലതും ഉണ്ടാവും, പക്ഷേ അവൻ നമ്മുടെ മകനാണെന്ന് മറക്കരുത്. ഞാൻ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോന്നു. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഭാര്യയ്ക്ക് എടുക്കാലോ. ആ, പരിഗണിക്കാം. അതെ, അല്ല ഇയാളിത് എന്ത് ചെയ്യാൻ പോവാ? ഇയാൾക്കെന്താ കണ്ണില്ലേ?
എന്റെ ഭർത്താവ് അധ്വാനിച്ച് ആദ്യമായി ഉണ്ടാക്കിയ പണവ. തുണയായി നീ എന്നും കൂടെ ഉണ്ടാവണേ. വലിയ മോഹങ്ങളൊന്നുമില്ല. അന്നന്ന് ജീവിച്ചു പോകാനുള്ളതെങ്കിലും തന്ന്. എനിക്കറിയില്ല. അതെ, ഞാൻ ആദ്യമായിട്ടാ ഭാര്യയാവുന്നെ. എന്ന് വെച്ചാ ഞാൻ 10 കെട്ടിയതാണെന്നോ? ഇത് എടോ, സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ഇയാൾ ആലോചിച്ചു നോക്ക്. ഉന്മേഷം വരാൻ എന്താണാവോ ചെയ്യാ? ആലോചിക്കേ കിട്ടിയാ. ഞാൻ വേണേ ഒരു ക്ലൂ തരാം. അപ്പൊ ഇയാൾക്ക് പെട്ടെന്ന് പിടിയിട്ടു. എന്താണെന്നറിയോ? അല്പം ചൂടുള്ള ഒരു സാധനം. കിട്ടി. എന്താ? ഞാനിതിപ്പ ചെയ്തുതരാം. ആയിക്കോട്ടെ. എടോ, അല്ല ഇയാളിത് എങ്ങോട്ടാ പോണേ? കോഫി ഇട്ട് തരാൻ. അതല്ലേ ഇയാൾ ഉദ്ദേശിച്ചത്? ചൂടോടെ. അത് പൊന്നോട് ചോദിച്ചാ പോരെ? എന്നാ പിന്നെ എനിക്കറിയില്ല. ഇയാൾ ഉദ്ദേശിച്ച സാധനെ പൊന്നിയോട് പോയി ചോദിക്കും. ഇതൊന്നും പൊന്നോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മാത്രം കൈമാറേണ്ട കാര്യങ്ങളാ. ഇയാൾ ഒരെണ്ണം തന്നാ ഞാൻ 10 മടക്കി തരാം. അത് ഇതെന്ന് പറയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. പോടുന്നു. എനിക്ക് കാൽനഖം കൊണ്ട് ചിത്രം വരയ്ക്കാൻ ഇയാളെന്താ ശകുന്തളയാ? അതെ, അത് ചൂടായിട്ടൊരു മുത്തുകവും. മുത്തുകവോ? അത് തന്നെ. അതൊന്നും പറ്റില്ല. ഇയാളോട് സമ്മാനം തരാന്ന് വാക്ക് പറഞ്ഞതല്ലേ? അത് വാക്കല്ലേ? അതെ, ഞാനങ്ങ് പിൻവലിച്ചു. എന്റെ കൃഷ്ണ, നിങ്ങളിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്? ഇയാളും എന്റെ അമ്മയ്ക്കും ഒരുപോലെ തന്നെ. കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു കൊടുത്താലും കണ്ടില്ലെന്ന് അടിക്കും. ഒരു അംഗീകാരം, ഒരു പ്രോത്സാഹനം. അത് ഇയാൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തരാം. ഞാൻ എപ്പോഴും റെഡി. തന്നോളൂ. എന്നാ ഇയാള് കണ്ണടയ്ക്ക്. അല്ല, കണ്ണടച്ച ലൈവായിട്ട് കാണാൻ പറ്റില്ല. വേണോ വേണ്ടയോ? വേണം. അപ്പൊ കണ്ണടയ്ക്ക്.
എവിടെ? കിട്ടില്ലേ? ഇനി കണ്ണു തുറന്നു. എവിടെ കിട്ടിയെന്ന്? ഞാനിപ്പോ തന്നതല്ലേ. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. തെളിവുണ്ട്. ഒരുപാട് നേരം ഇത് ചതിയാണ്. ഒരു ചതിയില്ല. ഇയാൾക്കൊരു ഉമ്മ തരാൻ പറഞ്ഞു, ഞാൻ തന്നു. ഓ, ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ പ്രതിബിംബം ഒരാളെ ചതിക്കുന്നേ. പ്രതിബിംബം നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ എത്ര ആശിപ്പിച്ചു. ചിക്കൻ ബിരിയാണിയുടെ നിഴലും കാട്ടിയിട്ട് വയറ് കുറച്ചുണ്ടാളാൻ പറഞ്ഞ പോലെയായി. വഞ്ചകി. വഞ്ചകിന്നാ? പിന്നെ ഇയാൾ എന്താ ചെയ്തേ? വഞ്ചനയല്ലേ? എനിക്ക് അത്രയ്ക്ക് മനസ്സുള്ളൂ. ഇയാളങ്ങ് സഹിച്ചു. എന്തായാലും ആവട്ടെ. ഇയാള് നാം ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്കും. ഇയാൾക്കെങ്കിലും അല്പം മധുരം കിട്ടുമല്ലോ. ഓ, എനിക്ക് വേണ്ട. ഞാൻ വഞ്ചകയല്ലേ. വേണ്ടെങ്കി വേണ്ട. മൂക്ക് അതെ, ഒരു കാര്യം പറയാൻ വിട്ടു. വഞ്ചകിന്ന് വിളിച്ചാലും മാപ്പ് പറയാനാവും. അയ്യട്ടാ, അതൊന്നുമല്ല. ഇയാള് വഞ്ചകി മാത്രമല്ല, ചതിച്ചു കൂടിയാ. ചതിച്ചി ചതിച്ചി വഞ്ചകി കൂടി ചതിച്ചി. ആദ്യത്തെ ശമ്പള. അത് നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്. എന്തിന്? സത്യഭാമയ്ക്ക് നെറ്റിയിൽ ഇങ്ങനെ പോരാനോ? ഭാമേ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല രാഘവേട്ട.
വിഷ്ണുവിനെ പറ്റിയല്ലേ? എന്തിനാ മനസ്സിലൊന്നും പുറത്ത് മറ്റൊന്നും? നിന്റെ ഉള്ളില് അവനോടൊക്കെ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മുമ്പിലെങ്കിലും ഈ മുഖംമൂടി അഴിച്ചു വെക്കുന്നീ. ഒരമ്മ എന്ന നിലയിൽ അവനെപ്പറ്റി ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമായിരുന്നു. ആദ്യമായി ജോലി ചെയ്ത് സമ്പാദിച്ച പണം അവൻ എനിക്ക് കൊണ്ടുവന്ന് നീട്ടി. എന്റെ കൈവിരൽ തുമ്പ് പിടിച്ച് അവനെ മുറ്റത്തുകൂടി പിച്ച വെച്ചത് ഇന്നലത്തേതുപോലെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്ക. എന്നിട്ടും നീ ആ പണം വാങ്ങിയില്ല. വാങ്ങാൻ എനിക്ക് പറ്റില്ല രാഘവേട്ട. എന്റെ മകൻ മറ്റുള്ളവർക്ക് മുന്നിൽ പണത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവനെ പലയിടത്തും ഞാൻ ജോലിക്ക് വിലക്കിയത്. പാവം, അവൻ എന്ത് ജോലി അവൻ ചെയ്തിട്ടുണ്ടാവുക, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒന്നും അറിയില്ല. നിന്റെ മകനല്ലേ ഭാമേ വിഷ്ണു? നിനക്ക് അവനോടും തുറന്ന് സംസാരിച്ചൂടെ? എന്തു ബന്ധമായാലും കുറച്ചകന്നു കഴിഞ്ഞ വീണ്ടും കൂടിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും രാഘവേട്ട. അതുകൊണ്ടല്ലേ 30 പവൻ വാങ്ങാനുള്ള പണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവനത് വാങ്ങാതിരുന്നത്. ഒരിക്കൽ നിന്റെ പണപ്പെട്ടിന്ന് സ്വാതന്ത്ര്യത്തോടെ പണം എടുത്തവനാ വിഷ്ണു. അന്ന് അവനെ വിലക്കാതിരുന്നെങ്കിൽ, കാവൽ നായെന്നവരെ വിളിച്ച് അധിക്ഷേപിക്കാതിരുന്നെങ്കിൽ. ശാലിനി ആധാരം മോഷ്ടിച്ച് പണയം വെച്ചെന്ന സംശയം നിലനിൽക്കുമ്പോ ഞാൻ എങ്ങനെ വീണ്ടും പണം കൊടുക്കാൻ സമ്മതിക്കും രാഘവേട്ട? ഞാൻ ഉണ്ടാക്കുന്നതല്ല അവന് വേണ്ടിയിട്ടാണെന്നുള്ള ആലോചനയെങ്കിലും അവന് വേണ്ടേ? ആത്മാഭിമാനം ഉൾപ്പെട്ട പെട്ടെന്ന് ആവരണം ഉണങ്ങില്ല ഭാമേ. നീ പറയുന്നതെല്ലാം അനുസരിച്ചിരുന്ന ഒരു നഴ്സറിക്കുട്ടി അല്ല വിഷ്ണു. ആവേണ്ടതുമില്ല. ഇന്ന് അവനൊരു ഭർത്താവാ. ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൂടിയാ അവൻ അപമാനിക്കപ്പെട്ടത്. അതുള്ളിലൊന്നും വെച്ചായിരുന്നില്ല. സത്യഭാമയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയൂ രാഘവേട്ട. ചിലപ്പോ അവനായിരിക്കും ശരി, സത്യഭാമ തെറ്റും. പക്ഷെ ഇനിയൊരു മാറ്റത്തിന് വയ്യ. ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഭാമേ, നല്ല ഉറക്കമായി. ഇനി അറിയില്ല.